ലേവ്യ പുസ്തകം അധ്യായം 26. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, ബിംബമോ സ്തംഭമോ നാട്ടരുത്, രൂപം കൊത്തിയ ഒരു കല്ലും ആരാധിക്കുവാൻ നിങ്ങളുടെ ദേശത്ത് നാട്ടുകയും അരുത്. ഞാനാകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ എൻ്റെ ശാബത്തുകൾ ആചരിക്കുകയും എൻ്റെ വിശുദ്ധ മന്ദിരത്തെ ബഹുമാനിക്കുകയും വേണം. ഞാനാകുന്നു കർത്താവ്. എൻ്റെ നിയമം ആചരിച്ച് എൻ്റെ കൽപ്പന പാലിച്ച് അനുസരിച്ചാൽ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും, ഭൂമി വിളവ് തരും, ഭൂമിയിലുള്ള വൃക്ഷവും ഫലം തരും. നിങ്ങളുടെ മെതി മുന്തിരിപ്പഴം പറിക്കുന്നത് വരെ നീണ്ടു നിൽക്കും. മുന്തിരിപ്പഴം പറിക്കുന്നത് വിധകാലം വരെയും നീണ്ടു നിൽക്കും. നിങ്ങൾ തൃപ്തരായി ഭക്ഷണം കഴിച്ച് ദേശത്ത് നിർഭയം വസിക്കും. ഞാൻ ദേശത്ത് സമാധാനം തരും. നിങ്ങൾ കിടക്കും, ആരും നിങ്ങളെ ഭയപ്പെടുകയില്ല. ഞാൻ ദേശത്തു നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും. വാൾ നിങ്ങളുടെ ദേശത്തുകൂടി കടക്കുകയുമില്ല. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഓടിക്കും. അവർ നിങ്ങളുടെ മുമ്പിൽ വാളിനാൽ വീഴും. നിങ്ങളിൽ 5 പേർ 100 പേരെ ഓടിക്കും. നിങ്ങളിൽ 100 പേർ 10,000 പേരെ ഓടിക്കും. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുമ്പിൽ വാളിനാൽ വീഴും. ഞാൻ നിങ്ങളെ കടാക്ഷിച്ച് സന്താന സമൃദ്ധരാക്കി വർദ്ധിപ്പിക്കുകയും നിങ്ങളോടുള്ള എൻ്റെ ഉടമ്പടി സുസ്ഥിരമാക്കുകയും ചെയ്യും. നിങ്ങൾ പഴയ ധാന്യം ഭക്ഷിക്കുകയും പുതിയതിൻ്റെ വരവ് നിമിത്തം പഴയത് പുറത്ത് ഇറക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ ദിവസം നിങ്ങളുടെ കൂടെ ആക്കും. എൻ്റെ മനസ്സ് നിങ്ങളെ വെറുക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. നിങ്ങൾ മിസ്രയീംകാർക്ക് അടിമകളാകാതിരിക്കുവാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകങ്ങൾ ഓടിച്ചു നിങ്ങൾ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. എന്നാൽ നിങ്ങളോ എൻ്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളെല്ലാം അനുസരിക്കാതെയും എൻ്റെ നിയമങ്ങൾ ധിക്കരിച്ച് നിങ്ങളുടെ ഹൃദയം എൻ്റെ തീർപ്പുകളെ വെറുത്ത് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചാൽ ഞാനും ഇങ്ങനെ നിങ്ങളോട് ചെയ്യും. കണ്ണ് മങ്ങിക്കുന്നതും ജീവനെ ക്ഷയിപ്പിക്കുന്നതുമായ ഭീതി, ക്ഷയരോഗം, ജ്വരം എന്നിവ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ വിത്ത് നിങ്ങൾ വിതയ്ക്കുന്നത് വൃഥാവാകും. ശത്രുക്കളായിരിക്കും അത് ഭക്ഷിക്കരുത്. ഞാൻ നിങ്ങൾക്കെതിരെ ദൃഷ്ടി വയ്ക്കും. നിങ്ങൾ ശത്രുക്കളാൽ പരാജിതരാകും. നിങ്ങളെ ദ്വേഷിക്കുന്നവർ നിങ്ങളെ ഭരിക്കും. ഓടിക്കുന്നവർ ഇല്ലാതെ നിങ്ങൾ ഓടും. ഇതെല്ലാം സംഭവിച്ചിട്ടും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ നിങ്ങളെ 7 ഇരട്ടി ശിക്ഷിക്കും. ഞാൻ നിങ്ങളുടെ ശക്തിയുടെ വീര്യം ക്ഷയിപ്പിക്കും. നിങ്ങളുടെ ആകാശത്തെ ഇരുമ്പ് പോലെയും ഭൂമിയെ ചെമ്പ് പോലെയും ആക്കും. നിങ്ങളുടെ ശക്തി വൃഥ ക്ഷയിച്ചു പോകും. നിങ്ങളുടെ ദേശം വിളവ് തരികയില്ല. ദേശത്ത് വൃക്ഷമൊന്നും ഫലം കായ്ക്കാതിരിക്കും. നിങ്ങൾ എനിക്ക് വിരോധമായി നടക്കുകയും എൻ്റെ വാക്ക് കേൾക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളോട് പാപങ്ങൾക്കനുസരണം 7 ഇരട്ടി ബാധ നിങ്ങളുടെ മേൽ വരുത്തും. ഞാൻ നിങ്ങളുടെ ഇടയിൽ കാട്ടുമൃഗങ്ങളെ അയക്കും. അവ നിങ്ങളെ മക്കളില്ലാത്തവരാക്കും. നിങ്ങളുടെ കന്നുകാലികളെ നശിപ്പിക്കും. നിങ്ങളെ സംഖ്യയിൽ കുറയ്ക്കുകയും ചെയ്യും.
നിങ്ങളുടെ വഴികൾ ശൂന്യമായി കിടക്കും. ഇവയാലും നിങ്ങൾക്ക് ബോധം വരാതെ നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരോധമായി നടന്നു നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം 7 ഇരട്ടി നിങ്ങളെ വേദനിപ്പിക്കും. എന്റെ നിയമത്തിന്റെ പ്രതികാരം നടത്തുന്ന വാൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങൾ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ വസന്ത അയക്കും. നിങ്ങളെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ അപ്പം കോർത്തിടുന്ന കോൽ ഒടിച്ചിരിക്കുമ്പോൾ 10 സ്ത്രീകൾ ഒരടുപ്പിൽ നിങ്ങളുടെ അപ്പമുണ്ടാക്കി നിങ്ങൾക്ക് തൂക്കിത്തരും. നിങ്ങൾ ഭക്ഷിച്ചാലും തൃപ്തരാകുകയില്ല. പിന്നെയും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും ക്രോധത്തോടെ നിങ്ങൾക്ക് വിരോധമായി നടക്കും. നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ 7 ഇരട്ടി ശിക്ഷിക്കും. നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ തിന്നും, നിങ്ങളുടെ പുത്രിമാരുടെ മാംസവും തിന്നും. ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിക്കും, നിങ്ങളുടെ സൂര്യവിഗ്രഹങ്ങളെ തട്ടിക്കളയും. നിങ്ങളുടെ ശവം നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ ഉടലിന്മേൽ ഇട്ട് കളയും. എനിക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ പട്ടണങ്ങളെയും നിങ്ങളുടെ വിശുദ്ധ മന്ദിരങ്ങളെയും ശൂന്യമാക്കും. നിങ്ങളുടെ സൗരഭ്യവാസന ഞാൻ ആസ്വദിക്കുകയില്ല. ഞാൻ ദേശത്തെ ശൂന്യമാക്കും. അതിൽ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ കണ്ട് ആശ്ചര്യപ്പെടും. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിതറിക്കും. നിങ്ങളുടെ നേരെ വാൾ ഊരും. നിങ്ങളുടെ ദേശം ശൂന്യമാകും. നിങ്ങളുടെ പട്ടണങ്ങൾ പാഴായും കിടക്കും. അങ്ങനെ ദേശം ശൂന്യമായിരിക്കുകയും നിങ്ങൾ ശത്രുക്കളുടെ ദേശത്ത് കഴിയുകയും ചെയ്യുന്ന കാലമെല്ലാം അത് അതിൻ്റെ ശാപത്തുകൾ അനുഭവിക്കും. അപ്പോൾ ദേശം സ്വസ്ഥമായി കിടന്ന് അതിൻ്റെ ശാപത്തുകൾ അനുഭവിക്കും. നിങ്ങൾ അവിടെ വസിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ ശാപത്തുകളിൽ അതിന് അനുഭവമാകാതിരുന്ന വിശ്രമം അത് ശൂന്യമായി കിടക്കുന്ന കാലമെല്ലാം അനുഭവിക്കും. ശേഷിച്ചിരിക്കുന്നവരുടെ ഹൃദയത്തിൽ ശത്രുദേശത്ത് വച്ച് ഞാൻ ഭീതി വരുത്തും. ഇല പറക്കുന്ന ശബ്ദം കേട്ടിട്ട് അവർ ഓടും. വാളിൻ്റെ മുൻപിൽ നിന്ന് ഓടുന്നത് പോലെ അവർ ഓടും. ആരും ഓടിക്കാതെ അവർ ഓടി വീഴും. ആരും ഓടിക്കാതെ അവർ വാളിൻ്റെ മുമ്പിൽ നിന്ന് എന്ന പോലെ ഓടി ഒരുവൻ്റെ മേൽ ഒരുവൻ വീഴും. ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങൾ ജാതികളുടെ ഇടയിൽ നശിക്കും. ശത്രുക്കളുടെ ദേശം നിങ്ങളെ തിന്നുകളയും. നിങ്ങളിൽ അവശേഷിച്ചിരിക്കുന്നവൻ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ക്ഷയിച്ചു പോകും. തങ്ങളുടെ പിതാക്കന്മാരുടെ അധർമ്മങ്ങളാൽ അവർ അവരോടുകൂടെ ക്ഷയിച്ചു പോകും. അവർ തങ്ങളുടെ അകൃത്യവും അവരുടെ പിതാക്കന്മാരുടെ അകൃത്യവും അവർ എന്നോട് ചെയ്ത ദ്രോഹവും മൂലം തന്നെ അവർ എനിക്ക് വിരോധമായി ജീവിച്ചതുകൊണ്ട് ഞാനും അവർക്ക് വിരോധമായി നടന്ന് അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തും. അവർ ഗ്രഹിച്ച് ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം താഴുകയും അവർ അവരുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ ഞാൻ യാക്കോബിനോടുള്ള എൻ്റെ നിയമം ഓർക്കും, ഇസഹാക്കിനോടുള്ള എൻ്റെ നിയമവും അബ്രഹാമിനോടുള്ള എൻ്റെ നിയമവും ഞാൻ ഓർക്കും. ദേശത്തെയും ഞാൻ ഓർക്കും. അവർ ദേശം വിട്ടുപോയിട്ട് അവരില്ലാതെ അത് ശൂന്യമായി കിടന്ന് ശാപത്തുകൾ അനുഭവിക്കും. അവർ എൻ്റെ നിയമങ്ങൾ ധിക്കരിക്കുകയും അവർക്ക് എൻ്റെ നിയമങ്ങളോട് വെറുപ്പ് തോന്നുകയും ചെയ്തതിനാൽ അവർ അവരുടെ അകൃത്യത്തിന് ശിക്ഷ അനുഭവിക്കും. എങ്കിലും അവർ ശത്രുക്കളുടെ ദേശത്ത് കഴിയുമ്പോൾ അവരെ നിർമൂലം നശിപ്പിക്കുവാനും
അവരോടുള്ള എൻ്റെ ഉടമ്പടി ലംഘിപ്പാനും തക്കവണ്ണം ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല, അവരെ വെറുക്കുകയുമില്ല. ഞാൻ അവരുടെ ദൈവമായ കർത്താവാകുന്നു. ഞാൻ അവരുടെ ദൈവമായിരിക്കേണ്ടതിന് ജാതികൾ കാണുകയും മിസ്രയീം ദേശത്തു നിന്ന് ഞാൻ കൊണ്ടുവന്ന അവരുടെ പൂർവികരോട് ചെയ്ത ഉടമ്പടി ഞാൻ അവരെ പ്രതി ഓർക്കും. ഞാനാകുന്നു കർത്താവ്. ദൈവം സീനായി പർവ്വതത്തിൽ വച്ച് തനിക്കും ഇസ്രായേൽ മക്കൾക്കും ഇടയിൽ മോശ മുഖാന്തരം നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങളും വിധികളും പ്രമാണങ്ങളും അത്രേ ഇവ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോർ.